അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ
ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വലിയ വലിയ കാര്യങ്ങളില്ലേ, വലിയ വലിയ കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ചെയ്യാനുള്ളതല്ലെന്ന് വിശദീകരിച്ച് തരാം. അതായത് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം അത് നമ്മൾ ചെയ്യാനുള്ളതാണ് അല്ലെന്ന്. അത് നിങ്ങൾ ഇച്ചിരി നാട്ടുഭാഷയില്ലേ, അത് നിങ്ങളെ കൂട്ടിയാൽ കൂടത്തില്ലെന്ന് പറയും. അതുപോലെയുള്ള വിഷയങ്ങളാണ് ചില വിഷയങ്ങൾ. അപ്പോൾ അത് അമ്മ കുറേ അധികം ധ്യാനിച്ച് അമ്മയ്ക്ക് കിട്ടിയൊരു കൺക്ലൂഷനാണത്. എന്താണ്? വലിയ കാര്യങ്ങളാണെങ്കിൽ അത് ശക്തനായവൻ ചെയ്യേണ്ടതാണെന്ന്. അതാണ് അമ്മ പറയണത്. ശക്തനായവൻ എനിക്ക് വലിയ, അപ്പം നീ ഇപ്പം അനുഭവിക്കുന്ന കാര്യം വലുതാണെങ്കിലേ ഞാനെന്ത് ചെയ്യും. എൻ്റെ അപ്പനൊരു പരിപാടി ഉണ്ടായി. എൻ്റെ അപ്പനെ അത് കോമഡിയോട് പറയുകയല്ല, ഞാൻ കണ്ടതാണ്. ചില ദിവസങ്ങളിലൊക്കെ അപ്പൻ ഈ വിരലുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇട്ടേണ്ടത് ഇങ്ങനെ ഈ മുൻപല്ലേ അടുത്ത പല്ലൊരു ഒരടിച്ചിട്ട് തള്ള വിരൽ കൊണ്ട് ഇങ്ങനെ വട്ടം വരക്കും, നിൽക്കണ വട്ടം ചെയ്യുന്നുണ്ട്. എനിക്കന്നൊരു 5 വയസ്സേ ഉള്ളു. അപ്പൻ എന്നിട്ട് പറയും, വേറെ എന്താ ചെയ്യുക, എന്തെങ്കിലും ഒരു അൽക്കുലത്ത് വിഷയം ഉണ്ടായി കഴിയുമ്പോഴാണ് അപ്പൻ ഇങ്ങനെ പറയും എന്താ ചെയ്യുക. അപ്പം എനിക്ക് പിന്നീട് വലുതായപ്പോഴും അപ്പൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വട്ടം വരക്കാൻ ഒക്കെ ഒന്നും പോയിട്ടില്ല. അതിൻ്റെ കാരണം അപ്പനെ ഉണ്ടായതിനെ കൂടുതലും ദിവ്യകാരുണ്യ ബന്ധം എനിക്കുണ്ടായിരുന്നു. അമ്മ കൂടെ നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യ ബന്ധത്തിന് ഭയങ്കര മിഴിവാണ്. നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് അമ്മയുമായിട്ട് പോകുമ്പോഴാണ് ദിവ്യകാരുണ്യ ഒരു തരം കെട്ടിലായ അവസ്ഥ വരും. ദിവ്യകാരുണ്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പാടല്ലേ. കർത്താവ് എന്തോ ഒരു പെയിനെടുത്ത് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നതിന് പിന്നിൽ ഈശോയ്ക്ക് ഭയങ്കര മുതൽമുടക്കാര്യത്തിൽ ലൈഫ് ഈ കുരിശു മരണ പീഡാനുഭവങ്ങളില്ലേ, അതിനുശേഷം ദിവ്യകാരുണ്യം ആകണത് ഈശോ. അപ്പോൾ വല്ലവരുമൊക്കെ വല്ലതും പറഞ്ഞുകൊണ്ട് ചെന്നാതൊന്നും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ദിവ്യകാരുണ്യത്തെ അങ്ങനെ അപ്രോച്ചബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. കാരുണ്യ അപ്രോച്ച് വെച്ചാൽ ദിവ്യകാരുണ്യ പ്രോസസ്സിലേക്ക് ഈശോ വരുന്നതിന് മുമ്പ് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേണ്ടത് ആവശ്യം. ഭൂമിയിലെ മഹത്വമാണ് ദിവ്യകാരുണ്യം എന്ന് പറയണത്. സ്വർഗത്തിലെ മഹത്വം പോലെ ഭൂമിക്കും ഈ പാഷൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ 2 മഹത്വങ്ങളുണ്ട്, മഹത്വ സാന്നിധ്യങ്ങളുണ്ടാക്കി. ഒന്ന് നമ്മുടെ കൂടെയുള്ള മഹത്വ സാന്നിധ്യം, രണ്ടാമത്തത് സ്വർഗത്തിലുള്ള മഹത്വ സാന്നിധ്യം. ലൂക്ക 24:26. ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പൊ അത് ഈ ദിവ്യകാരുണ്യത്തിന്റെ ഒരു കാലാവസ്ഥയിലാണ് ഈ വെളിപാട് വരണത്. ഈശോ അതിനുള്ളിൽ എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യമായി മാറിയല്ല. എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യം ആദ്യം അനുഭവിച്ചവരല്ലേ പിന്നീട് അവർ നിരാശപ്പെട്ട് തിരിച്ചു പോയ, എമ്മാവൂസിലേക്ക് പോയ ആൾക്കാർ തിരിച്ചു പോണത്. അപ്പം ദിവ്യകാരുണ്യത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. തിരിച്ച് താൻ ഏത് വിഷയത്തിനാണ് വെച്ചാണോ തിരിച്ചു പോകുന്നത്, വേദനിച്ചും നിരാശപ്പെട്ടും പോകുന്നത്, അത്യാവശ്യത്തോടെ അതിലേക്ക് തിരിച്ചു വിടുന്ന ദിവ്യകാരുണ്യമാണ്. അപ്പം മുറിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നതുപോലെയുള്ള
അവസ്ഥ. അവിടെ നിന്നാണ് നമ്മൾ ദിവ്യകാരുണ്യം ആരംഭിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് അറിയേണ്ട ആവശ്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് മിശിഹയുടെ സഹനത്തിലൂടെ 2 മഹത്വ സാന്നിധ്യം കിട്ടി. ഒന്ന് സ്വർഗത്തിലുള്ള കർത്താവിൻ്റെ മഹത്വം, ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വം. അതാണ് ഇപ്പോൾ ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വമാണ് ദിവ്യകാരുണ്യം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ഏത് സമയത്തും പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പോകാൻ അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ദിവ്യകാരുണ്യത്തിനത് ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ദിവ്യകാരുണ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വിളക്ക് വെളിച്ചുകൊണ്ട് മുട്ടുകുത്താവുന്നത് അതൊക്കെ സ്വാഭാവിക അനുഷ്ഠാന രീതികളാണ്. മറിച്ച് ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മബന്ധവും സത്താപരമായ ഷെയർ പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതുപോലെ തന്നെ പങ്കാളിത്ത സാന്നിധ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം ചെയ്യേണ്ടി വരും. അല്ല വികാരനാണല്ലോ അവിടെ ഇരിക്കണമെന്നാൽ മുട്ടുകുത്തിയേക്കാമെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പങ്കാളിത്തം, നമുക്കൊരു ദൈവ ആരാധന കിട്ടും, നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കും. പക്ഷെ പങ്കാളിത്ത സാന്നിധ്യം എന്ന് പറയണത് വേറെയാണ്. ദിവ്യകാരുണ്യം ഭാഗിച്ച് വീതിച്ചിട്ട് ഇത് എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞില്ലേ? അപ്പം പങ്കാളിത്ത സാന്നിധ്യത്തിന് ദിവ്യകാരുണ്യത്തിന് ഭയങ്കര വിലയാണ്. അപ്പം പങ്കാളിത്ത സാന്നിധ്യം എങ്ങനെ ഉണ്ടാകാനാണ്? ഈ മിശിഹായെ ദിവ്യകാരുണ്യം മുറിച്ച് കഴിയുമ്പോൾ സഭ ഒരു വല്ലാത്തൊരു വലിയ കാര്യം പറയും. അതാണ് അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അതെന്താ പറയണത്? വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാമെന്ന് പറയും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കും. വായിക്കിടക്കുന്ന ആക്കുകൊണ്ട് മരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടത്തില്ല. മരണം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിലുണ്ടായിട്ട് നമ്മളത് വിശ്വാസപൂർവ്വം അംഗീകരിക്കണം. അല്ലാതെ പുസ്തകത്തെ കുർബാനത്തിൻ്റെ കുർബാന സഹായിയെ കൊണ്ട് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടത്തില്ല. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്തറിഞ്ഞിട്ടാണ് നീ അത് പറയണത്? ദിവ്യകാരുണ്യത്തിൽ പങ്കാളിത്ത സാന്നിധ്യമാണ്. ഇത് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞു, എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. എടുത്ത് ഭക്ഷിക്കാൻ ഈശോ നേരിട്ട് പറഞ്ഞിട്ടില്ല. ഇതില്ലേ വാങ്ങി ഭക്ഷിക്കുകയാണ് അതിൻ്റെ എമ്മാവൂസിൽ സംഭവിക്കുന്നതും അന്ത്യത്താറ് സംഭവിക്കുന്നതും. പങ്കാളിത്തമാണ്. ആ ഭക്ഷിക്കുന്നവനും ആ മുറിവിൽ പങ്കെടുക്കണം. അപ്പം അതിൻ്റെ അകത്ത് വരണം മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. മരണത്തെ പ്രഖ്യാപിക്കാൻ അന്തസ്സോടെ മരണത്തെ പ്രഖ്യാപിക്കാൻ കഴിയണം. ജീവിതത്തിലും മുറിവും മരണമൊക്കെ ഉണ്ടാകും. അത് അന്തസ്സോടെ ദൈവഹിതമാണ്, ദൈവ പദ്ധതിയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മരണമാണ് ഇതിലൂടെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന കാര്യം കർത്താവിനും മനസ്സിലാകണം. ഈസ് പ്രൊക്ലെയിം മൈ ഡെത്ത്. പിന്നെന്താണ് ഉണ്ടാകുന്നത്? ഉയർപ്പിൽ വിശ്വസിക്കുന്നു. മരണത്തെ പ്രഖ്യാപിക്കുന്ന നിരാശയില്ലാത്ത എന്താ? ഉയർപ്പിൽ പങ്കാളിയാകുമെന്നാണ്. ഉയർപ്പിൽ പങ്കാളിയാകുകയാണ് നമ്മൾ. ഇവിടെയും പങ്കാളിത്തമാണ്. പങ്കാളിത്ത ഉയർപ്പാണത്. പിന്നെന്താണ്? വരവ് കാത്തിരിക്കുകയാണ്. അല്ല എല്ലാം ശരിയാവുമെന്ന് പറയുകയല്ല. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനെ മോഹിപ്പിക്കുന്നൊരു വിഷയമില്ല. അതല്ല. എല്ലാം ശരിയാവുന്നൊരു സമയമുണ്ട്. എപ്പോഴാണ്? വരവ് കാത്തിരിക്കുമ്പോൾ, അവൻ്റെ വരവിനെ വരവേൽക്കുമ്പോൾ അവിടെല്ലാം ശരിയാണ്. അപ്പം അവൻ ജീവിതത്തിൻ്റെ ഒരു ഉമ്മാക്കിക്കും നിന്ന് കൊടുക്കത്തില്ല. അതിനെതിരെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കാം. ഇവനാണ് ദിവ്യകാരുണ്യത്തിൽ വന്ന് മുട്ടുകുത്തേണ്ടത്. ഇതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കത്തോളം കാലം എന്താ എന്നെപ്പോലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റണത്? അമ്മയും കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഒറ്റയ്ക്ക് നടന്ന് ദിവ്യകാരുണ്യത്തിൽ പോണത് അമ്മയെയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണത് തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഞാനെപ്പോഴും ദിവ്യകാരുണ്യത്തിൽ ഇരുന്നുകൊണ്ട് കൊന്തേലണ ആളാണ്. ദിവ്യകാരുണ്യത്തിൽ ഇരുന്നിട്ട് കൊന്തേലണത് ഒരു പക്ഷേ ചിലർക്കത് മനസ്സിലാവത്തില്ല. പക്ഷെ അതെന്താ സംഭവം? കാനായിൽ ദിവ്യകാരുണ്യം ആദ്യം ചൊരിഞ്ഞപ്പോൾ അമ്മയായിരുന്നു അതിൻ്റെ പ്രൊമൾഗേറ്റർ. അതിലേക്ക് എത്തിച്ചില്ലേ? ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിച്ചത് ആരാ? അമ്മയെ വിളിച്ചിട്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്ന് നിസ്സാര കാര്യമല്ല. എൻ്റെ ദൈവവേദലെ, നീ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യത്തിൽ നിൽക്കുമ്പോഴേക്ക് പോകുമ്പോൾ അമ്മയും വിളിച്ചിട്ട് പോകണം. അമ്മയെ നീ എവിടെ വിളിച്ചാലും വരത്തില്ലെങ്കിലും ദിവ്യകാരുണ്യത്തേക്ക് വിളിക്കും അമ്മ തീർച്ചയായിട്ടും വരും. കാര്യം അമ്മയുടെ ഇഷ്ടവും ഈശോയുടെ ഇഷ്ടവും എല്ലാം അവിടെ നിൻ്റെ ഇഷ്ടവും എല്ലാം ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ്. നീ അമ്മയിലൂടെ യേശുവിലേക്ക് വളരട്ടെ.
പരിശുദ്ധ അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയാൻ അമ്മ എന്നെ അനുവദിച്ചതിന് ആദ്യമേ നന്ദി പറയുന്നു. പിതാവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ആശ, സ്ഥലം ബാലരാമപുരം. ഇതെൻ്റെ മകളാണ് ദേവാമിക. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 9/2/2025 ഞാൻ അതിനു മുമ്പ് അമ്മയെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് 2023 ഡിസംബറിലാണ്. അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു. ആ സമയത്ത് 6 മാസം മുൻപേ ഞാൻ കിടപ്പിലായിരുന്നു. DVT എന്ന അസുഖം കാരണം ഇടത് കാലും ഇടുപ്പ് വരെ ബ്ലഡ് ക്ലോട്ടായിട്ട് കിടപ്പായി പോയി. ന്യൂമോണിയ ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആസ്മ കൂടി, പിന്നെ DVT ആയി, ബ്ലഡ് ക്ലോട്ടായി. പിന്നെ അത് കഴിഞ്ഞ് കൗണ്ടെല്ലാം കുറഞ്ഞു പോയി, WBC കൗണ്ട് കൂടി. അങ്ങനെ തീരെ എണീക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. ആ സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഇവിടുത്തെ ഉടമ്പടി ഉപ്പും തൈലവും തന്നിരുന്നത്. അത് ഞാൻ ഉപയോഗിച്ചു. എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു, എങ്കിലും ഞാൻ പ്രാർത്ഥനയോടെ ഉപയോഗിച്ചു. പിന്നെ ആ സമയത്തൊന്നും അസുഖം എന്തെന്ന് കണ്ടുപിടിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഞാൻ അതിനു മുമ്പേ 20 വർഷം കൊണ്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റും കൂടെയാണ്. അപ്പോൾ കാല് ഏകദേശം ഒരു ആനയുടെ വലുപ്പത്തിൻ്റെ കാലിൻ്റെ വീതമായിപ്പോയി, പൊട്ടുന്ന അവസ്ഥയിലെത്തി. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുവൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാവാം RCCയിൽ തന്നെ പോകാമെന്ന് കരുതി ഞങ്ങൾ RCCയിൽ പോയി. അവിടെ വെച്ച് സ്കാൻ ചെയ്തപ്പോഴത്തേക്കാണ് അറിഞ്ഞത് DVT ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ തൽക്കാലം പോകണ്ട, പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കാല് പൊട്ടിപ്പോവും, അറ്റാക്ക് അരമണിക്കൂറിനകത്ത് വരികയും ചെയ്യും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ സ്ട്രോക്കുമായി പോവും. എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്ക് അതിൻ്റേതായ ബ്ലഡ് ടെസ്റ്റ് ഡി ഡൈമർ എന്നാണ്, അത് ചെയ്തു. 4.5 ആകുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവർക്കും അറ്റാക്ക് വരുന്നതാണ്. എനിക്ക് 7.5 ആയിരുന്നു. ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ടാവാം എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതിനെപ്പറ്റി അപ്പോഴറിയില്ലായിരുന്നു. എനിക്ക് അപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് ബ്ലഡ് പെട്ടെന്ന് അലിയണേന് പൊക്കിളിലാണ് 15 ഇഞ്ചക്ഷൻ എടുത്തത്. 10 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു. അതിന് ശേഷം 58 ദിവസം ഒരേ കിടപ്പായിരുന്നു, നടക്കാനേ പാടില്ലായിരുന്നു. ആ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ചേച്ചി എനിക്ക് പത്രം കൊണ്ട് തന്നത്. ആ പത്രത്തിൽ ഒത്തിരി കുടുംബത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. അതിലെഴുതിയിരുന്ന ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഉടമ്പടി നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ ഉടമ്പടി ഇതെന്താണെന്നോ എന്നറിയില്ല. മാതാവിനെയും ഈശോയുടെയും കണ്ടിട്ടുണ്ടെന്ന് അറിയാതെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുരിശടിയിലെ മാതാവിനെ, വേളാങ്കണ്ണി മാതാവിനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ, വേറൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ആ ചേച്ചി എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു ഇവിടെ വരാനായിട്ട്. എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ 2025 ജനുവരി ആയപ്പോഴത്തേക്ക് വരാമെന്ന് കരുതി. എനിക്കപ്പോൾ നടക്കാനൊക്കെ തീരെ ബുദ്ധിമുട്ട്, നീരൊന്നും കുറഞ്ഞിട്ടില്ല, ബ്ലഡ് ടെസ്റ്റും അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 1-ലെത്തിയതേ ഉള്ളൂ. 0.5 താഴെ വേണം അത് നിൽക്കാനായിട്ട്. അപ്പോൾ നടക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ട്രെയിനിൽ വരാൻ പറ്റില്ലായിരുന്നു. പിന്നീട് വീടിനടുത്തുള്ള കുറച്ച് പേർ ചേർന്ന് വന്നപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ടോക്കൺ എടുക്കാൻ പറഞ്ഞു, എടുത്തു. അപ്പോൾ ഞാൻ കരുതി ഇവിടെ പ്രാർത്ഥിക്കേണ്ടടുത്ത് ഇരിക്കാൻ വേണ്ടിയായിരിക്കും ആ ടോക്കണെന്ന്. ഉടമ്പടിക്കാണെന്ന് എനിക്ക് അപ്പോഴറിയില്ല. അപ്പോഴത്തേക്ക് ഞാനും ടോക്കൺ എടുത്തു, എല്ലാവർക്കൊപ്പം ചെന്നിരുന്നു, ഉടമ്പടി എടുത്തു. പക്ഷേ അപ്പോൾ കിട്ടിയ പ്രേക്ഷിത പ്രവർത്തനമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടി എൻ്റെ മകളാണ് ചെയ്തത്. കാര്യം എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇത് മാത്രമല്ല, കിടപ്പായി കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് ജനറ്റിക് വാർട്ടും കൂടെ വന്നു. അത് ജനറ്റിക് വാർട്ടാണെന്നും അറിയില്ലായിരുന്നു. ചെറുതായിട്ടൊരു ഉണ്ണി പോലെ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് കരുതിയത്. അത് നിമിഷം കൊണ്ട് തേനീച്ചക്കൂട് മാതിരി എൻ്റെ ജനറ്റിക് ഏരിയ മൊത്തം ആയിപ്പോയി. ഇത് DVTക്കുള്ള ബ്ലഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് പീരീഡ് സമയത്ത് ശക്തമായ ബ്ലീഡിങ്ങുമായിരുന്നു. എനിക്ക് പേഡ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. രാത്രിയൊക്കെ ഞാൻ ക്ലോസറ്റിലേക്ക് ഇരുന്നാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. കാര്യം പേഡ് വയ്ക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ 3 മാസം രാവിലെ വൈകിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാനും പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ 11 മാസം കൊണ്ട് എൻ്റെ ഭർത്താവ് പണിക്കൊന്നും പോകാനൊന്നും പറ്റില്ലായിരുന്നു. കാര്യം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് കാരണം. അത് കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസം വീടിനടുത്തുള്ള എൻ്റെ കൂടെ വന്നവർ എന്നെ പറഞ്ഞു, നമുക്ക് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാം, പോകാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവർക്കൊപ്പം തന്നെ ഇവിടെ വന്നു. അങ്ങനെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുന്നിടത്ത് ടോക്കൺ എടുക്കാൻ വേണ്ടി നിൽക്കണമെന്ന് അതും എനിക്കറിയില്ല. ഞാനും ടോക്കൺ എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ റേഡിയേഷൻ കഴിഞ്ഞ തുണ്ട്
റിസൾട്ട് ഇരിക്കുന്നത് കണ്ട് അവിടെ ഇരുന്ന് ആ ബ്രദർ ചോദിച്ചു, ക്യാൻസറാണ് അല്ലയെന്ന് ചോദിച്ച്, സ്കിൻ ക്യാൻസർ എന്ന് എഴുതി. യഥാർത്ഥത്തിൽ ഞാൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാൻ വന്നത് അപ്പോൾ അതിനായിരുന്നില്ല, ഈ ജനറ്റിക് പാർട്ടിൻ്റെ ഇതിനായിരുന്നു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞത്, അച്ഛൻ ഇവിടെ ചോദിക്കുമ്പോൾ പിന്നെ പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ വീണ്ടും ഇവിടെ വന്ന് നിന്നു. അച്ഛൻ എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇവിടെ അത് ഇതേപോലെ നൊയമ്പ് സമയമായിരുന്നത് കൊണ്ട് ഈശോയെല്ലാം ഇങ്ങനെ പുതച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇനി ഇരുട്ടിലായി പോകുമോ ജീവിതമെന്ന് ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ അച്ഛൻ തലയിൽ കഴിപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കവിളിൽ തട്ടിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അന്ന് തൊട്ട് വീണ്ടും മരുന്നുകൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഉടമ്പടി വസ്തുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കും, തേന് രാവിലെ വെറുവയറ്റിൽ കഴിക്കും. പിന്നെ ഇത്തിരി തൈലം എനിക്ക് ജനനേന്ദ്ര ഭാഗത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഈ ബ്ലീഡിങ്ങും കൂടെ ആയത് കാരണം ഞങ്ങളൊരു അക്രൈസ്തവരായതുകൊണ്ട് ഈ നേർച്ച വസ്തുക്കളൊക്കെ ഈ സമയത്ത് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. അല്ലാതെ അത് കുറയില്ല എന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പേടി കൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത്. പിന്നീട് അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് പോയതിനു ശേഷം കടം ഞങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ശരീരത്തിൽ സിസ്റ്റുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. അത് സർജറി ചെയ്യണം. RCCയിൽ സർജറി ചെയ്യില്ല. കാര്യം എനിക്ക് DVT വന്നതുകൊണ്ട് അവർക്ക് സർജറി ചെയ്യുക അവർക്ക് പോലും പേടി. കാര്യം ഏത് നിമിഷം സ്ട്രോക്ക് വരും എന്നാണ് ഇപ്പോഴും പറയണത്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത് സർജറി ചെയ്യാൻ. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആവുകയും ചെയ്യും. അപ്പോൾ ലോൺ എടുത്താണ് എൻ്റെ ഭർത്താവിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. കടം അങ്ങനെ വീട് വെച്ചതിൻ്റെ ലോണുമുണ്ട്. ഇതും കൂടെ ആയപ്പോൾ 62 ലക്ഷത്തിന് മേളിലായി. അങ്ങനെ ആദ്യമായിട്ട് താമസിക്കാൻ വെച്ച വീട് തന്നെ വിൽക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി. ആദ്യമായിട്ട് ആഗ്രഹിച്ച് വച്ചതാണ്, 2 മുറിയേ ഉള്ളൂ. പക്ഷെ അത് വിൽക്കണമെന്ന് ആഗ്രഹമില്ല. കടം തീരാനെങ്കിൽ അത് വിൽക്കണമെങ്കിൽ വിൽക്കട്ടെ, ഇല്ലെങ്കിൽ വേറൊരു വസ്തുവുണ്ട് അത് വിറ്റാലും മതി എന്നാണ് പ്രാർത്ഥിച്ചിട്ട് പോയത്. പക്ഷെ അമ്മയുടെ നിയോഗം അങ്ങനെ ആയതുകൊണ്ട് ആ വസ്തു 11 മാസം കൊണ്ട് ഞങ്ങൾ വിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. ആരും വരുന്നു എന്നല്ലാതെ ആരും ഇഷ്ടപ്പെടുന്നില്ല, വാങ്ങുന്നുമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഭർത്താവ് അവിടെ അന്ന് ഒരാൾ നോക്കാൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ അപ്പോഴത്തേക്ക് സാക്ഷ്യങ്ങളൊക്കെ അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടു തുടങ്ങിയത്. അന്ന് ഞാൻ ഭർത്താവിൻ്റെ ഉപ്പ് കൊടുത്തുവിട്ടിട്ട് ഞാൻ പറഞ്ഞു, ആൾ വരുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഉപ്പ് അവിടെ ഇടാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ 2.5 മണിക്കൂർ ഒരേ കണക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് തന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ടോക്കൺ തന്നിട്ട് പോയി. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അഡ്വാൻസ് കൊണ്ടുവന്നു. വന്നവരുടെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞ് വരുമുള്ളെന്ന് പറഞ്ഞു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു. അവരുടെ ഹസ്ബൻഡും വന്നു കണ്ടപ്പോൾ വീട് ഇഷ്ടപ്പെട്ടു. 1 മാസം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ നടത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും മെയ് ദിനമായിരുന്നു. അപ്പോൾ അന്ന് അവധി, രജിസ്ട്രേഷൻ നടക്കില്ല. അപ്പോൾ അത് മാത്രമല്ല 1 മാസം കഴിഞ്ഞ് നടക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നടക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ മെയ് ദിനത്തിൻ്റെ അന്ന് വൈകിട്ട് വിളിച്ച് പറയുകയാണ് മെയ് 3-ാം തീയതി രജിസ്ട്രേഷൻ നടത്തുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടി. പക്ഷേ ഇവിടെ ഉടമ്പടിയിൽ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചു, എനിക്ക് വീടിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു എത്ര ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് നഷ്ടമില്ലാതെ പോവും. 62 ലക്ഷം രൂപ കടമുണ്ട് താനും, എത്ര കിട്ടിയാൽ നമുക്കത് നമ്മുടെ ഇത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 57 ലക്ഷം രൂപ കിട്ടിയാൽ മതി, ബാക്കി കട ഞാൻ അധ്വാനിച്ച് തീർത്തോളാം, 57 ലക്ഷം കിട്ടിയാൽ അത് നഷ്ടമില്ലാതെ പോവുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 57 ലക്ഷം എഴുതി വെച്ചു ഇവിടെ ഉടമ്പടിയിൽ. അങ്ങനെ അവർ പറഞ്ഞതും 57 ലക്ഷം രൂപ തന്നെ പറഞ്ഞു. ആ 57 ലക്ഷം രൂപയ്ക്ക് അവർ സമ്മതിക്കുകയും ചെയ്തു. രജിസ്ട്രേഷൻ നടന്നു. ഞങ്ങൾ പിന്നെ സ്വർണം എടുത്തതിന് ശേഷം ഫെബ്രുവരി 9-ാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി തീർന്നു. അടുത്ത മാർച്ച്, ഏപ്രിൽ, മെയ് 3-ാം തീയതി രജിസ്ട്രേഷൻ കഴിഞ്ഞു. 3 മാസ കാലയളവിന് മെയ് 9 കഴിയുമ്പോഴേ 3 മാസം ആവുള്ളൂ ഇവിടെ ഉടമ്പടി എടുത്തിട്ട്. അതിന് മുന്നേ തന്നെ തീർന്നു. അതിന് മുമ്പ് എനിക്കൊരു രോഗസൗഖ്യം കൂടെ തീരുകയുണ്ടായി. കാര്യം അത് ഞാൻ അറിഞ്ഞതുപോലുമില്ല എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിയത്. എനിക്ക് 8 വയസ്സ് മുതൽ ഇതിൽ ശ്വാസം മുട്ട് നന്നായിട്ട് അപ്പോഴും വരുമാനമൊന്നും അറിഞ്ഞില്ല. ജലദോഷം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നീർക്കെട്ട് വരും എന്നാണ് കുഞ്ഞുനാളിൽ അറിയാമെന്നുള്ളത്. അതൊരു ആസ്മയുടെ ഇതാണെന്ന് അറിഞ്ഞത് എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് എനിക്ക് ആസ്മ ഉണ്ടോയെന്നുള്ളത് കാര്യം. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴെനിക്ക് 27 വയസ്സായിരുന്നു. 8 വയസ്സിൽ വന്ന കാര്യം 27 വയസ്സായപ്പോഴത്തേക്കാണ് അറിഞ്ഞത്.
ആ 8 വർഷം കൊണ്ട് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ 8 വർഷം കൊണ്ട് ശക്തമായ ശ്വാസം മുട്ടൽ. എനിക്ക് ജനിച്ച് 6-ാം മാസം തൊട്ട് വെയിൽ കൊള്ളാനും പറ്റില്ല, തീയ്. ഇപ്പം RCCയിലെ ഡോക്ടർമാരും സ്കിന്നിൻ്റെ ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത് വീട്ടിനകത്ത് ഇരുന്നാൽ പോലും ഒരു ലൈറ്റ് ഇട്ടേ ഇരിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചൂടൊന്ന് അടിച്ചാൽ മതി, ശ്വാസം മുട്ടലും വരും, ശരീരവേദന താങ്ങാനും പറ്റില്ല. അപ്പോൾ ആ സമയത്തെല്ലാം ശ്വാസം മുട്ടൽ വന്ന് ഹോസ്പിറ്റലിലാവുകയാണ് പതിവ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ ആ ഫെബ്രുവരി മാസം തന്നെ വീടിനടുത്തുള്ള ഒരു പയ്യന് ഹാർട്ടിന് പെട്ടെന്ന് അവന് ഒരു നെഞ്ചുവേദനയിൽ ആദ്യം വന്നത്, അവന് വയറുവേദനയാണ് ആദ്യം വന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവന് ഹാർട്ടിനായിരുന്നു കംപ്ലയിൻറ്റ്. ബൈപ്പാസ് ചെയ്ത് വാൽവ് മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ നിമിഷം വരെ ഒരു വരുമാന മാർഗ്ഗമില്ല. ലോൺ എടുത്താണ് ചികിത്സാ ചെലവും വീട്ടു ചെലവും നടക്കുന്നതെങ്കിലും ഞാനും ഹസ്ബൻഡുമായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. അവൻ അന്വേഷിച്ച് പോയി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു തുക അവന് കൊടുക്കുകയും ഞാൻ അപ്പോഴീ തൈലം കൊണ്ടാണ് അവിടെ പോയത്. എനിക്ക് അവൻ്റെ നെഞ്ചിൽ കുരു വെച്ച് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്, അവർ ഹിന്ദുക്കളാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് അനുഗ്രഹം കിട്ടാതെ നമ്മൾ ചെയ്താൽ അഥവാ എന്തെങ്കിലും വന്നാൽ നമുക്ക് പിന്നെ ആ തെറ്റും കൂടെ ഇനി ഏൽക്കേണ്ടി വരൂലേ, അത് നമുക്ക് വേണ്ടി, നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പക്ഷെ അന്ന് മുതൽ ഞാൻ വൈകിട്ട്, രാവിലെ ചിലപ്പോൾ സമയം കിട്ടൂല, വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ 6 മണിക്ക് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഇടത് നെഞ്ചിൽ ആ തൈലം തേച്ച് കുരിശ് വരച്ച് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ജൂൺ 3-ാം തീയതിയായിരുന്നു അവൻ്റെ സർജറി ചെയ്തപ്പോൾ അവന് വാൽവൊന്നും മാറ്റി വയ്ക്കേണ്ടി വന്നില്ല. ഇപ്പോൾ അവൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും അവനെ കാണാൻ പോയി. നല്ല ഹാപ്പിയായിട്ട് അവൻ ഇരിക്കുകയാണ്. പക്ഷെ മാർച്ച് മാസം ആ ചൂട് വന്നപ്പോൾ തൊട്ട് എനിക്ക് ശ്വാസം മുട്ടൽ വന്നിട്ടേ ഇല്ല, ആസ്മയുടെ കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ആ മാർച്ച് മാസം തൊട്ട് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കാനും മറന്നുപോയി. ഇന്നേ വരെ ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിട്ടുമില്ല. സാധാരണ ഈ ഡിസംബർ മാസത്തിൽ ഞാൻ കുറഞ്ഞതൊരു 40 ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പതിവ്. ഇന്നേ വരെ എനിക്ക് ആ ശ്വാസം മുട്ടലും വന്നിട്ടില്ല, ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ പേര് ഞാൻ ഡോക്ടറെ കാണേണ്ടിയും വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് മെയ് മാസത്തിലാണ് എനിക്കിവിടെ പുതുക്കേണ്ടി വരാനിരുന്നത്. പക്ഷേ മെയ് മാസത്തിൽ എനിക്ക് മെയ് 12-ാം തീയതിക്കകത്ത് വരേണ്ടതാണ്, വരാൻ പറ്റിയില്ല. അപ്പോൾ കയ്യിൽ 2-3 സിസ്റ്റുകൾ വന്നത് കാരണം അത് സർജറി ചെയ്യാൻ പോയപ്പോഴത്തേക്ക് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിവിടെ വരാനും കഴിഞ്ഞില്ല. പക്ഷേ ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അത് 2 നെഗറ്റീവായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് സിസ്റ്റിൻ്റെ റിസൾട്ട് ബയോപ്സി നെഗറ്റീവായിട്ട് വരുന്നത്. ക്യാൻസർ വന്നിട്ട് 20 വർഷമായി. പക്ഷേ 23 സർജറി ഇതിനിടയ്ക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് ആ 2ഉം എനിക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നത്. ആ ജൂൺ മാസം ഞാനിവിടെ വീണ്ടും പുതുക്കാൻ വരാൻ പറ്റിയിരുന്നു. അപ്പോഴെനിക്ക് കഴിഞ്ഞില്ല. കാര്യം ജനറ്റിക് പാർട്ടിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് കാലെടുത്ത് വെച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതിൽ കൂടെ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് 35 ദിവസത്തിനിടയിൽ ഞാൻ 3 മാസം പീരീഡ് ആവും. ഇതിനിടയിൽ പാഡുകളിങ്ങനെ മാറുന്നതല്ലാതെ എനിക്ക് വച്ചിരിക്കാൻ അത് പറ്റില്ല. രാത്രിയാകുമ്പം ക്ലോസറ്റിൽ പോയി ഇരിക്കുകയാണ് പതിവ്. അവിടെ ഇരുന്ന് തന്നെയാണ് ഉറങ്ങണത്. പാഡ് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതി ഇനി ജൂലൈയിൽ വരാം എന്നുള്ള ഇതിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ പോകാനായിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം കുഞ്ഞുനാളിലെ എല്ലാവരും പറയണത് ഭാഗ്യമില്ലാത്ത ജന്മമായി ജനിച്ചു പോയി എന്നൊരു വാക്കാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. മരിക്കാൻ തന്നെ കുറേ പേരെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും വിജയിക്കാത്തതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ഇന്ന് ജീവിച്ചിരിക്കണുണ്ട്. പക്ഷേ പിന്നെ അപ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നിടത്തെല്ലാം ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. കാര്യം എനിക്ക് കയ്യും കാലിനും ശരീരസുഖം ദൈവം തന്നിട്ടുണ്ടല്ലോ, പുറത്തിറങ്ങി നടക്കാനും പറ്റും, എല്ലാം ചെയ്യാനും പറ്റും, എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുന്നല്ലോ. അതുപോലും പറ്റാത്ത എത്ര പേരുണ്ട്. അതിനേക്കാൾ വലുതല്ലല്ലോ ഈ ശരീരത്തിൽ കാണുന്ന ഈ പുള്ളിയൊന്നും. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വലിയ സങ്കടമില്ല. അങ്ങനെ വീണ്ടും ഒരു 3 കിലോമീറ്ററിനകത്ത് തന്നെ അങ്ങനെ ഒരു കരുണാലയം അവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പോയി കണ്ടുപിടിച്ചു. അവിടെ പോയി എനിക്ക് ഈ DVTക്കുള്ള മരുന്നിനും മറ്റുള്ള മരുന്നുകൾക്കും വേണ്ടി 1 മാസം 15,000 രൂപയുടെ ചിലവുണ്ട് മരുന്നിന് മാത്രമായിട്ട്. ഞങ്ങൾ ആ തുക അവിടെ കൊണ്ടുപോയി സഹായിച്ചു. ആ ജൂൺ 12-ാം തീയതി എനിക്ക് DVTക്ക് മരുന്ന് കഴിക്കാൻ അതിൻ്റെ ചെക്കപ്പിന് പോകണം, RCCയിലും പോകണം.
അപ്പം എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ സർജറി ചെയ്യണമെങ്കിൽ RCCയിൽ കാണിക്കണമെങ്കിൽ ഈ DVTക്ക് കഴിക്കുന്ന മരുന്ന് കഴിക്കുന്ന ഫിസിഷ്യൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ RCCയിലാണ് ചെക്കപ്പിന് രാവിലെ പോയത്. അവിടെ പോയപ്പോഴത്തേക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇയാൾ തൽക്കാലം പ്രൈവറ്റിൽ എവിടെയെങ്കിലും പോയി ചെയ്യും. കാര്യം ഇവിടെ RCCയിൽ ഒരു വിഭാഗം മാത്രമേ ഇല്ല, കാർഡിയോളജി. സർജറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അങ്ങനെ ഞാൻ നേരെ DVTക്ക് ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കാലെല്ലാം നന്നായിട്ട് നോക്കി. ഇവിടെ വന്ന് എൻ്റെ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് എല്ലാവരും മുട്ടൂത്തി നിന്നപ്പോൾ ഞാൻ നിൽക്കുകയാണ് ചെയ്തത്. എനിക്കന്നത് ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എല്ലാവരും മുട്ടൂത്തി നിൽക്കുമ്പോൾ ഞാൻ മാത്രം നിൽക്കുന്നല്ലോ എന്നുള്ളൊരു അച്ഛനെ കാട്ടി ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണല്ലോ പാപമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ ജൂൺ 12 ആയപ്പോഴത്തേക്ക്, ജൂൺ ആദ്യത്തെ ആഴ്ച ഞാൻ ഒരു സ്വപ്നം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് 7, 8, 12, 15 ഈ 4 നമ്പറുകൾ ഈ സ്വപ്നത്തിൽ ഞാൻ കണ്ടു. പക്ഷെ അതെന്താണെന്നൊന്നും അപ്പോഴൊന്നും അറിയില്ലായിരുന്നു. ഈ 12 ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ആ മരുന്നെല്ലാം എഴുതി, അത് തമിഴാണ് ആ ഡോക്ടർ, അമ്മ വീട്ടിൽ പോയാൽ മതി, മരുന്ന് കഴിച്ചോളൂ, സർജറിക്ക് 7 ദിവസം മരുന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അന്ന് രാത്രിക്ക് കഴിക്കേണ്ട മരുന്ന് കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നുവിട്ട മരുന്നെടുത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തപ്പോൾ കവറിനകത്ത് 2 ഐറ്റം ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി 27 ഐറ്റം ടാബ്ലറ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ 2 ഐറ്റം. അപ്പോൾ ഞാൻ കരുതി അവർക്ക് എടുത്തത് മാറിപ്പോയായിരിക്കും എന്ന് കരുതി ഡോക്ടറെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നതിൽ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത്, അമ്മയ്ക്ക് ഇനി മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ 2 ഐറ്റം ടാബ്ലറ്റ് മതി, അത് വേറൊന്നിനുമല്ല. ഒന്ന് പെട്ടെന്ന് നീര് വന്നാൽ അത് കുറയാൻ വേണ്ടിയും, രണ്ടാമത്തത് പെട്ടെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിലൊരു ടെൻഷൻ വന്നാൽ ഒരു സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലുള്ള ഒരു ടാബ്ലറ്റ് മാത്രമാണ്. ബാക്കിയൊന്നും നിർത്തിയതായിട്ട് ഡോക്ടർ എന്നോടും പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. അന്ന് മുതൽ ടാബ്ലറ്റ് എല്ലാം നിർത്തി. എനിക്ക് ഇപ്പം മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം എൻ്റെ മോക്കുള്ളൊരു രോഗസൗഖ്യമാണ്. മോക്ക് 2024 ആഗസ്റ്റ് മാസം തൊട്ട് എപ്പോഴും വയറുവേദന വരും. സ്കൂളിൽ നിന്ന് എന്നും വിളിയാണ്, വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന്. വയറുവേദനയായിട്ട് അവൾ കരച്ചിലാണ്. സ്കൂളിൽ നിന്ന് തന്നെ അതുവഴി ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു അപ്പൻഡൈറ്റിസ് ആയിരിക്കും, സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അപ്പൻഡൈറ്റിസ് എല്ലാം നോർമലാണ്. പക്ഷെ നമ്മളെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള റിസൾട്ടാണ് അതിൽ വന്നത്. മോൾക്ക് അവളുടെ പ്രായത്തിലിരിക്കേണ്ട വലിപ്പത്തിൻ്റെ ഒരല്പം പോലും വളർച്ചയില്ലാത്ത യൂട്രസാണ് അവളുടെ ശരീരത്തിരുന്നത്. നോർമലിൽ നിന്നും തീരെ വലിപ്പക്കുറവ് ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ശരീരത്തിൽ ഒരു പെൺകുട്ടിക്ക് ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഹോർമോൺ അവളുടെ ശരീരത്തിൽ ഇല്ലതാനും. അങ്ങനെ ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോഴത്തേക്ക് അവൾ ആ പ്രായത്തിനൊക്കെ കാരണം തീരെ പൊക്കവും കുറവായിരുന്നു. അപ്പോൾ ഈ ഹോർമോണിൻ്റെ കുഴപ്പമാവാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു പീഡിയാട്രീഷ്യൻ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഹോർമോൺ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് മോളുടെ വയറ്റിൽ എന്നും ആ തൈലം തേച്ച്, രാവിലെ അവൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമില്ലാത്തത് കാരണം വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ തൈലം തേച്ച് കുരിശ് വരയ്ക്കും. രാവിലെ എന്നും അവൾക്ക് അപ്പോഴൊക്കെ തലയിറങ്ങി വീഴുമ്പം BP കുറയും. അതുകൊണ്ട് ഉപ്പിട്ട ആ വെള്ളവും കൊടുത്ത് തേനും രാവിലെ കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത്. 7 ദിവസം കഴിഞ്ഞ് ആ മെയ് മാസം, ഞാൻ ഇവിടെ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു, ആ മെയ് മാസം കൊണ്ടുപോയി ഞാൻ സ്കാൻ ചെയ്തു, ഹോർമോണെല്ലാം ടെസ്റ്റ് ചെയ്തു. ഡോക്ടർക്ക് തന്നെ അതിശയം, ഒട്ടുമില്ലായിരുന്ന ഹോർമോൺ പകുതിയിലധികം കൂടിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴൊന്നും ഇനി ചെയ്യേണ്ട, ആഗസ്റ്റ് മാസം കഴിഞ്ഞ് ഇനി ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കരുതി എങ്കിൽ ഇപ്പോൾ സ്കാൻ ചെയ്യേണ്ട, ആഗസ്റ്റിൽ ഇത് രണ്ടും കൂടെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ജൂലൈയിൽ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്ത് എനിക്ക് ടോക്കൺ നമ്പർ കിട്ടി. അന്ന് 13-ാം നമ്പർ അമ്മയുടെ അടുത്താണ് പുതുക്കാനായിട്ടുള്ളവർ ചെന്ന് നിൽക്കേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ അന്ന് ഈ ടോക്കൺ എടുക്കാൻ നിന്ന് ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിലൊരു ടോക്കൺ എടുക്കാനെന്ന്. എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ രൂപമാണ്. അന്ന് അതിൽ ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് കിട്ടിയ ഇവിടുത്തെ സാക്ഷ്യങ്ങളുടെ പത്രത്തിൽ ആദ്യത്തെ സാക്ഷ്യം, ഒരു മകൾക്ക് ഇതേപോലെ വയറുവേദന വന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ ആ കുഞ്ഞിന് യൂട്രസ് ഇല്ല എന്നാണ്. അപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു എൻ്റെ മോൾക്ക് ഇനി സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അവളുടെ നോർമൽ യൂട്രസ് അവളുടെ ശരീരത്തിൽ കാണുമെന്ന്. പിറ്റേ മാസം ഓഗസ്റ്റിൽ ഞാൻ കൊണ്ട് സ്കാൻ ചെയ്തു. യൂട്രസ് നോർമലായി, അവളുടെ ശരീരത്തിൽ വരേണ്ട ഹോർമോണെല്ലാം നോർമലായി കഴിഞ്ഞു. അതിന് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ
ജനറ്റിക് വാർഡിൻ്റെത് എനിക്ക് അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഇനി പിന്നെ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സിക്ക് അയച്ച സമയത്ത് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. കാര്യം അത് ബയോപ്സി പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ സെർവിക്കൽ വഴി യൂട്രസിനെ കൂടെ ബാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയത്താണ് ഒക്ടോബർ മാസം. അപ്പം ഞാൻ കരുതി ഈ ഒക്ടോബർ 1 തൊട്ട് ഞാൻ നിരന്തരം ദിവസം രാവിലെ 3 മണിക്ക് എഴുതുന്ന ജപമാല ചൊല്ലുമായിരുന്നു. കൃത്യമായിട്ട് ജപമാല ചൊല്ലി മുടങ്ങാതെ ജപമാല ചൊല്ലി 15-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ ആ സെക്കൻഡ് സാറ്റർഡേ കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ട് വന്നതിൻ്റെ ആ 15-ാം തീയതി ജപമാല ചൊല്ലി 3 മണിക്ക് ഇരുന്ന സമയത്തേക്ക് എൻ്റെ നീല മെഴുകുതിരി കത്തിച്ച് വെച്ചാണ് ഞാൻ ജപമാല ചൊല്ലിയത്. ആ സമയം മെഴുകുതിരി നല്ല ആളി കത്തുകയും വീണ മൊത്തം നല്ല കാറ്റുമായിരുന്നു. പക്ഷെ ഫാനൊന്നും ഇട്ടിട്ടില്ല, നല്ല കാറ്റായിരുന്നു. ആ മഞ്ഞ കളർ തീജ്വാല എല്ലാം ചുമന്ന കളറിലായി, പിന്നീട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇന്നലെ വരെ ജപമാല ചൊല്ലിയപ്പോഴത്തേക്കും ആ 3 മണിക്ക് ഇന്നേ വരെ ഞാൻ എണീക്കാതിരുന്നിട്ടില്ല. 4:30 മണി വരെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അതിൽ ഒന്നീ ഹൃദയത്തിൻ്റെ രൂപം, ഇല്ലെങ്കിൽ പ്രാവിൻ്റെ രൂപം, ഇല്ലെങ്കിൽ റോസാപ്പിൻ്റെ പൂക്കൾ തെളിഞ്ഞു വരും. ആ 15-ാം തീയതി പക്ഷേ അതൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് വന്നപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നാണ് മോൾക്ക് സ്കൂളിലെ ശാസ്ത്രമേളയുടെ ജില്ലാ മത്സരം നടന്നുകൊണ്ടിരുന്നത്. ആ മത്സരത്തിൽ മോൾ കണ്ടുപിടിച്ചത് ഒരു ഹാർട്ടിൻ്റെ മെഷീൻ അവൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. അതിന് അവൾക്കാണ് A ഗ്രേഡ് കിട്ടിയത്. ISROയിലെ ശാസ്ത്രജ്ഞൻ വന്ന് അവൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയൊക്കെ കൊടുത്ത് അവൾ ആദരിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത് അവളെ വിട്ട് എൻ്റെ മാതാവിനോട് നന്ദി പറയിപ്പിക്കുകയും ചെയ്തു. അന്ന് ആ ഒക്ടോബർ 7-ാം തീയതി ഇവിടെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുകയുണ്ടായി, അരിമ്പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർക്ക് അത് സിസ്റ്റ് രൂപേണായി മാറുന്നുണ്ട്, എത്രയും വേഗം അത് അമ്മ അവരെ സുഖപ്പെടുത്തട്ടെ എന്ന്. പക്ഷെ അത് എനിക്ക് മനസ്സിലായെങ്കിലും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ അവിടെ എനിക്ക് അത് പ്രയോഗിക്കാനായിട്ട് എനിക്ക് പേടിയായിരുന്നു. കാര്യം ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞതുപോലെ ഒരു ഹൈന്ദവ ആയതുകൊണ്ട് ഈ ബ്ലീഡിങ് കാരണം എനിക്ക് പറ്റില്ല. പക്ഷേ ഈ ടാബ്ലറ്റ് നിർത്തിയത് കാരണം ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറഞ്ഞു. പക്ഷേ ഞാൻ നവംബർ ആദ്യമായപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ല, ഈ ഉടമ്പടി വസ്തുവിനെ ഉപയോഗിക്കുമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചതിൻ്റെ അന്ന് ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കേണ്ടായി. പാലായിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് ഇതേപോലെ ജനറ്റിക് വാർട്ട് ചികിത്സിച്ച് തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി ഉപ്പ് ദിവസവും അവിടെ തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു വന്നു. ഞാൻ കൃത്യം 7 ദിവസമേ തേച്ചുള്ളൂ ഇതേപോലെ. പക്ഷേ അത് കരിച്ചിട്ട് വരുന്നതിന് എന്ന് പറയുന്നത് ശക്തമായ വേദനയാണ്. ഇരിക്കാനോ നിൽക്കാനോ പറ്റില്ല. പക്ഷേ ഉപ്പ് തേക്കുമ്പോൾ അതിനേക്കാൾ വേദനയാണ്. പക്ഷെ അത് 1 മണിക്കൂർ കൂടുതൽ നിൽക്കുകയില്ല. ഈ 7 ദിവസം കൊണ്ട് ഈ തേനീച്ചക്കൂട് പോലെ ഇരുന്ന അരിമ്പാറ അന്ന് ഒരു സെക്കൻഡ് സാറ്റർഡേ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പോലും അതവിടെ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് കഴുകാൻ പോലും പറ്റാതെയാണ് ഞാൻ അന്ന് അവിടെ പോയത് കാരുണ്യ പ്രവൃത്തിക്ക്. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു അരിമ്പാറ പോലും അവിടെ പിന്നെ കണ്ടതേ ഇല്ല. ഇന്നേ വരെ ഞാൻ ദിവസവും അവിടെ നോക്കുകയും ചെയ്യും. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു പേടി കൊണ്ട്, ഒരു ക്യാൻസർ പേഷ്യൻറ്റും കൂടെ ആയതുകൊണ്ടുള്ളൊരു പേടി കൊണ്ട് ഞാൻ നോക്കുകയും ചെയ്യും. പക്ഷെ ഒന്നുപോലും അവിടെ ഇല്ല. എൻ്റെ ശരീരം എങ്ങനെയാണോ എൻ്റെ ശരീരം എന്നത് അതുപോലെയായി. കഴിഞ്ഞ മാസം മുതൽ എനിക്ക് പീരീഡ് ആകുമ്പോൾ അത് നോർമലായിട്ട് ബ്ലഡ് വരുന്നുള്ളൂ. പാഡ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വേദനയോ ചൊറിച്ചിലോ ഒന്നും തന്നെ ഇല്ല. അമ്മ മാതാവിനെ അതിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തയാക്കി. അവിടെ ക്യാൻസർ തന്നെ വരുമെന്ന്, അതും തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ഫേമസായ ഹോസ്പിറ്റലാണ്. അവിടെയുള്ള ഡോക്ടർമാർ വിധി എഴുതി ഇതിന് ക്യാൻസർ തന്നെയാണ്. ബയോപ്സി ചെയ്തപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും വീണ്ടും അവർ ഒന്നുകൂടെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോകില്ല എന്ന് തന്നെ തീരുമാനിച്ചത്. പക്ഷേ അത് ഈ ഉടമ്പടി ഉപ്പ് വഴി അത്രത്തോളം വിശുദ്ധിയുണ്ടെന്ന് അന്നാണ് അതിനുള്ള മേന്മ എനിക്ക് മനസ്സിലായത്. അതിന് തൊട്ടു മുമ്പ് ഞങ്ങൾക്കൊരു ലോണ് കിട്ടാതെ ആയപ്പോഴത്തേക്ക് പോലും ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുരിശടി ചെന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ആ ലോൺ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടു ചെലവിന് പോലും കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. ഈ ലോൺ പൈസ എടുത്ത് തന്നെയാണ് ഞാൻ കാരുണ്യ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ മാതാവ് നമുക്കത് എന്തെങ്കിലും തരുമെന്നുള്ള ആ പ്രതീക്ഷയെ തന്നെ തരുമെന്ന് വെച്ചാൽ എൻ്റെ അസുഖം കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ചിലവൊന്നുമില്ല, ഞങ്ങൾ നിത്യേന ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ബാങ്കിൽ പോയപ്പോഴത്തേക്ക് ലോണൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇവിടെ സാക്ഷ്യങ്ങളിലൂടെ കേട്ട വാചകം വെച്ച് തന്നെ ഈ ഉടമ്പടി ഉപ്പ് ഞാൻ അന്ന് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. തരില്ല എന്ന് പറഞ്ഞ ലോണ് അന്ന് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു. അന്നും അതിൻ്റെ ആ മേന്മ മനസ്സിലാക്കാത്ത ഞാനാണ് വീണ്ടും 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഉടമ്പടി ഉപ്പ് തേച്ച് എനിക്ക് അരിമ്പാറകളെല്ലാം മാറിയത്.
അതിൽ നിന്നെല്ലാം എനിക്ക് അമ്മമാനോട് തിരുമാനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. എൻ്റെ ഞാൻ ലോൺ എടുത്തും കടം വാങ്ങിയൊക്കെ തന്നെയാണ് കാരുണ്യ പ്രവർത്തികൾ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ഇനി സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നിരുന്നാലും ഹസ്ബൻഡ് പണി ചെയ്ത പൈസയിൽ നിന്ന് എന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം ഞാൻ സ്വന്തമായി ചെന്ന് എന്നെ കടകൾ തോറും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവർക്കും ഞാൻ വയ്യാതൊക്കെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ തൈലം തേച്ച് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് തന്നെയാണ് പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും. പിന്നെ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനവും ഞാൻ കാണാറുണ്ട്. പിന്നെ ജോമോൾ സിസ്റ്ററുടെ ജീവവയസ്സുകൾ ഞാൻ ഞായറാഴ്ച ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. ഇതെല്ലാം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോട് തിരുവന്മാരനോടും ഒരുപാട് ഞാൻ നന്ദി പറഞ്ഞു. ദൈവത്തിന് മഹത്വവും പരിശുദ്ധ കൃപാസന മാതാവിന് ഇന്ന് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷീബ ഇബ്രഹാം. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് തോന്നിയാമല എന്ന സ്ഥലത്ത് നിന്നാണ്, ഇടവാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സാം, ഒഫീഷ്യൽ നെയിം രാജേഷ്, മോള് അൽമിത, ഇളയ മകൾ അൽമിയ. ഞങ്ങളെ കുടുംബപരമായി ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ കൃപാസന മാതാവിനോട് ദിവ്യകുമാരനോടും 1000 നന്ദി പറയുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2023 ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിനെക്കാട്ടി 3 ഇരട്ടി മധുരമാണ് എൻ്റെ ഈ രണ്ടാമത്തെ സാക്ഷ്യം. കാരണം ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് സാക്ഷ്യം പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ അൾത്താരയിൽ എനിക്ക് കുടുംബമായി നിന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ കൃപാസന മാതാവ് എന്നെ സഹായിച്ചതിനെ ഓർത്ത് 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എൻ്റെ സാമ്പത്തിക മേഖലയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണമാണ്. 2025 മെയ് മാസത്തിൽ എൻ്റെ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഡെയിലി ആവശ്യങ്ങൾക്കായി കുറച്ച് ഗോൾഡ് വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയും മൂത്ത മകളും മാത്രമാണ് നാട്ടിലുള്ളത്. ഞാനൊരു നേഴ്സാണ്, സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു എക്സ് മിലിറ്ററി ആണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം വീട്ടിൽ അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിനോവേഷൻ്റെ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഏകദേശ കണക്കാണ് 12 പവനിൽ കൂടുതലായിട്ടുള്ള ഗോൾഡ് മിസ്സാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതറിയുന്നത് ഓഗസ്റ്റ് മാസം അവസാനം, അതായത് ഇത് സംഭവിച്ചതിന് ശേഷം, റിനോവേഷൻ തുടങ്ങിയതിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് അറിയുന്നത് ഇത് കാണാനില്ല എന്നുള്ള കാരണം. ഒരു കല്യാണ ചടങ്ങിന് വേണ്ടി മോക്ക് പോകാൻ വേണ്ടി ഞാൻ അമ്മയോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു മോക്ക് ഇതിൽ ഒരു സാധനം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടിയായതുകൊണ്ട് ഒന്നും ഇടാറില്ല. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴാണ് അമ്മ ഇത് അന്വേഷിച്ചു. അന്നേരം കാണാതെയായി. പക്ഷേ അമ്മയ്ക്ക് കിട്ടിയില്ല. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ടുപോയി, കല്യാണ ചടങ്ങിന് പോയി എന്നാണ്. പിന്നെ ഏകദേശം ഒരാഴ്ചയോളം ഇവരിത് അന്വേഷണമായി. എന്നോട് പറഞ്ഞില്ല. കാരണം അമ്മയ്ക്കറിയാം എൻ്റെ ജീവിതത്തിലെ ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതിൽ ഇൻക്ലൂഡഡായി ഈവൻ ഞങ്ങൾ വെഡ്ഡിങ്ങിൻ്റെ റിങ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. അമ്മയ്ക്കത് എന്നോട് പറയാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. അമ്മ വളരെയധികം ടെൻഷനിലായി. BP ഉള്ള ഒരാളാണ്. പെട്ടെന്ന് ടെൻഷൻ കൂടി BP എല്ലാം കൂടുതലായിട്ട് പത്തനംതിട്ടയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി. അമ്മ ഇത് അഡ്മിറ്റായതിന് ശേഷമാണ് BP കൂടുതലാണെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരി നാട്ടിലുണ്ട്, ഞാൻ അന്വേഷിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി നീ അമ്മയോടൊന്നും ചോദിക്കരുത്, ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഒന്നും അമ്മയ്ക്ക് വിഷമമാകണ്ട, ഇത് കാണാതെ പോയിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുക, നീ ഉടമ്പടിയിലല്ലേ എന്ന് അവളും പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിഷമം ഉണ്ടായാലും പെട്ടെന്ന് ഒരു ധൈര്യം വന്നു. കാരണം അതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവം തന്ന ജോലിയിൽ നിന്നും എനിക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്നും ഞാൻ സമ്പാദിച്ചതാണ്. അത് ഒരു കാവൽക്കാരി മാത്രമാണ് ഞാൻ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് വീട്ടിൽ വിളിക്കുമ്പോൾ അന്വേഷിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സാരമില്ല, അത് പൊക്കോട്ടെ, കുഴപ്പമില്ല, ദൈവം നമുക്ക് തരാനുള്ളതാണെങ്കിൽ അത് തന്നുകൊള്ളുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ടിന്യൂസായിട്ട് പ്രാർത്ഥിച്ചു. ഏകദേശം 2 ആഴ്ചയോളമായി ഈ സംഭവം നടന്നിട്ട് അവസാനം ഇതിനൊന്നും ഒരു മാറ്റവുമില്ല.
അപ്പം തീർച്ചയായും ഇത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും ഉറപ്പായി. കാരണം റിനോവേഷൻ ടൈമിൽ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്ന് പോയിട്ടുണ്ട്. ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ചിലപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാം. അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി, ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന്. അതായത് ഇത് 2 വീക്സിന് ശേഷമാണ് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം. അങ്ങനെ ഞാനൊരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം അന്ന് പിറ്റേ ദിവസം രാത്രിയിൽ, അതായത് 48 hours കഴിഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു, അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്, ശക്തമായിട്ട് ഒരു സ്ഥലം അമ്മയ്ക്ക് മാതാവ് എഴുന്നേക്ക് നീ അവിടെ പോയി നോക്ക് എന്നുള്ളൊരു പ്രേരണ ശക്തമായിട്ടുണ്ടായി. അത് ആക്ച്വലി എൻ്റെ വീടുമായിട്ട് ബന്ധമില്ലാതെ അപ്പുറത്തുള്ള ഞങ്ങളുടെ പഴയ വീടാണ്. അവിടെ പോകാൻ വേണ്ടി ഒരു സാധ്യതയും കുറവാണ്. അമ്മ വെച്ചെന്ന് 100% ഉറപ്പുള്ള സ്ഥലത്ത് പല പ്രാവശ്യം പല ആൾക്കാർ, ബന്ധുക്കാരെല്ലാവരും ചെന്ന് നോക്കി, കിട്ടിയില്ല. പക്ഷേ ഈ സ്ഥലം ശക്തമായ പ്രേരണ ഉണ്ടായ സമയത്ത്, അത് ഏകദേശം രാവിലെ ടൈമാണ്. അപ്പം ആ സമയത്ത് ഞാൻ പ്രഭാത പ്രാർത്ഥന തുടങ്ങുന്ന സമയമാണ്. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അപ്പോൾ അമ്മ പെട്ടെന്ന് അത് പ്രേരണ ഉണ്ടായതിന് ശേഷം അവിടെ പോയി നോക്കിയപ്പോൾ വളരെ എല്ലാവർക്കും കാണാവുന്ന ഒരു രീതിയിൽ തുറസായ ഒരു സ്ഥലത്ത് ആ സാധനം, ആ കെട്ട് അതേപോലെ ഇരിക്കുന്നു. വളരെ അത്ഭുതമായി അമ്മ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ആ സമയം തന്നെ, അതിന് മുമ്പ് തന്നെ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട സമയത്ത് തന്നെ ഉടമ്പടി പേപ്പറിൻ്റെ ബ്ലൂ പേപ്പറിൽ ഞാൻ എഴുതി വെച്ചു, ഇത് എൻ്റെ ഉടമ്പടി, ഇത് കിട്ടുവാണെങ്കിൽ ഇതെൻ്റെ ഉടമ്പടി സാക്ഷ്യമായിരിക്കും. പിന്നെ 2 വർഷമായി ഞാൻ കൃപാസന റാലിക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട്, അപ്പോൾ അതിന് സാമ്പത്തിക സഹായം എന്ന രീതിയിൽ അതിൽ തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നു, ഇതെനിക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ ഇതിൽ 1 പവൻ സ്വർണത്തിൻ്റെ വില ഞാൻ മഹാറാലിക്ക് വേണ്ടി, കൃപാസന മഹാറാലിക്ക് വേണ്ടി അയച്ചു കൊടുക്കും. ഈ സംഭവം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ആരോടും പറയാതെ ചെയ്തതാണ്. എൻ്റെ അമ്മ, എൻ്റെ പള്ളി മലങ്കര കാത്തലിക് ചർച്ച് തോന്നിയാമല മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. അവിടെ ഒരു നിത്യസഹായ മാതാവ്, ഒരു കൽക്കുരിശുണ്ട്. അമ്മയും അവിടെ നേർച്ച പറഞ്ഞു, ഇത് കിട്ടുകയാണെങ്കിൽ അമ്മയും അതിൻ്റെ ഒരു ഭാഗം ആ കുരിശടിക്കും കൊടുത്തേക്കാമെന്ന്. അങ്ങനെ വളരെ ഭംഗിയായി ഈ കുരിശടി റിനോവേഷൻ ചെയ്യാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഇതുമൂലം സഹായകമായി. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. ഞാൻ 2022 മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പോലും എൻ്റെ ഒപ്പം ഉടമ്പടി പ്രാർത്ഥനയിലോ മറ്റുള്ള കാര്യങ്ങളിലോ പങ്കെടുക്കാത്ത ഒരു വ്യക്തിയാണ്. ഒരു എക്സ്-മിലിറ്ററി ആയിട്ടുള്ള ഒരാളാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അക്രൈസ്തവമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ കൂടിയാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതിലോ പുള്ളിക്ക് പള്ളിയിൽ പോകുന്നതിലോ മാതാവിൻ്റെ വിശ്വാസത്തിലോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ കൃപാസന മാതാവിൽ വിശ്വാസമില്ല. അപ്പം എനിക്ക് ഭയങ്കര 2023 ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എൻ്റെ കാശ് രൂപം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ ബാഗിൽ നോക്കിയപ്പോൾ ഞാൻ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ ഞാൻ ഈ കാശ് രൂപം പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടപ്പെട്ട നിമിഷമാണ്. ഞാൻ അലറിക്കരയാൻ തുടങ്ങി. കാരണം ഈ ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടാൽ മാതാവ് കൂടെയില്ല എന്ന് ജോസഫ് അച്ഛൻ്റെ പല ടോക്കുകളിലും നിൻ്റെ ഉടമ്പടി മുടങ്ങിപ്പോയത് കൊണ്ടാണ് എന്നുള്ളൊരു ശക്തമായ ഒരു ധാരണ എനിക്ക് വന്നതിന് ഫലമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനപ്പോൾ എനിക്കറിയായിരുന്നു ഒരു കാരണം. എൻ്റെ മനസ്സിൽ പറഞ്ഞു, പെട്ടെന്ന് നീ മാത്രം ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് കാര്യമില്ല, നിൻ്റെ ഭർത്താവും കുഞ്ഞുക്കളും എന്ത് ഉടമ്പടിയിലാകുന്നോ അതായിരിക്കും ഈ ഉടമ്പടി മുടങ്ങാൻ കാരണമെന്ന് ഞാൻ വളരെ സങ്കടത്തോടെ ഹസ്ബൻഡിനോട് പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാർത്ഥനയിലോ മറ്റു കാര്യങ്ങളിലോ കൂടാറില്ല, ഒരു പക്ഷേ അതായിരിക്കും എൻ്റെ ഉടമ്പടി. പുള്ളിയും ഈ ഉടമ്പടി കാശ് രൂപം വേണ്ടി എയർലൈൻസിലും അവിടെ എവിടെയൊക്കെ അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ ഒന്നും ഒരു ഫലമുണ്ടായില്ല. പക്ഷേ അന്നു മുതൽ ഞാൻ 1 വർഷം ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടുവെങ്കിലും ഉടമ്പടി ജീവിതം മുടക്കിയില്ല. അത് കണ്ടിന്യൂ ചെയ്തു പ്രാർത്ഥിക്കുകയും മറ്റുള്ള പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. 2024 ജനുവരി
നവംബറിൽ ഞാൻ വീണ്ടും നാട്ടിലെത്തി പുതിയ ഉടമ്പടി എടുക്കുകയും ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഇളയ മോളും മാത്രമാണ് സൗദിയിലുള്ളത്. ഞങ്ങൾ ഉടമ്പടി ജീവിതം നയിക്കുന്നു. അത് പുള്ളിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും ഒന്നല്ല 2 പ്രാവശ്യം എൻ്റെ ഒപ്പം ഒന്ന് ഞാൻ മാത്രം ഉടമ്പടിയിലുള്ള സമയങ്ങളിൽ 2023 റോഡിൽ ഓയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സ്കിപ്പായി വണ്ടി. ഹസ്ബൻഡ് ഉൾപ്പെടെ 3 ആൾക്കാർ ആ വണ്ടിയിലുണ്ടായിരുന്നു. ഡ്യൂട്ടി സ്ഥലത്തിന് ഔട്ട് സൈഡിൽ വെച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായി തകരുകയും ചെയ്തു. എങ്കിൽ ആ വണ്ടിക്ക് മാത്രം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ 3 പേർക്കും ഒരു കുഴപ്പവുമില്ലാതെ മാതാവ് കാത്തുപരിപാലിച്ചു. അതിനുശേഷം അതിന് പെനാൽറ്റി ആയി. കാരണം വെളിയിലുള്ളവർക്കറിയാം, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നശിച്ചാൽ വളരെ വലിയ പെനാൽറ്റിയാണ്. ഏകദേശം 10,000 റിയാൽ പെനാൽറ്റി അടിച്ചു. അങ്ങനെ ഞാൻ വളരെ സങ്കടത്തിലായി. ദൈവമേ, ഉടമ്പടി ജീവിതത്തിലാണെങ്കിലും പുള്ളി ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് കൂടിയ സമയത്താണെങ്കിലും വീണ്ടും ആകണമെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്ന് പുള്ളിയും വിചാരിക്കും. അതുകൊണ്ട് മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കമ്പനിയിൽ ഹെൽപ്പ് ചെയ്യുകയും വളരെ തുച്ഛമായ ഒരു തുക പുള്ളിയിൽ നിന്ന് ഈടാക്കി ബാക്കി മുഴുവൻ തുകയും കമ്പനി പേ ചെയ്ത് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ആക്സിഡൻറ്റ് സംഭവിച്ചത് ഈ മാസം 7-ാം തീയതിയാണ്. ഞാൻ മോളുടെ 10ാം ക്ലാസ്സിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. ഇളയ മോളും കൂടെ നാട്ടിലേക്ക് വന്നു. ഹസ്ബൻഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പോയിരിക്കുകയായിരുന്നു. അന്ന് രാവിലെ ഹസ്ബൻഡ് വിളിച്ചു, എന്നോട് സംസാരിച്ചു വെച്ചു. പക്ഷേ കുറേ നേരമായിട്ടും ഞാൻ പള്ളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് വളരെ വൈകി. അപ്പം എൻ്റെ ഫോണിൽ കോളൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇത്രയും നേരം വിളിക്കാത്തതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളി ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ ആളെ കണ്ടു, കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ആ വാഹനം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇത് തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി പൂർണ്ണമായിട്ടും തലകീഴായിട്ട് മറിഞ്ഞ് മെയിൻ റോഡിൽ നിന്നും ഒരു മണ്ണിൽ ഉള്ള ഒരു റോഡിലേക്ക് 4 പേർ വീലും മേപ്പെട്ടായി ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ഡിസേർട്ട് ഏരിയയാണ്, അവിടെ ആരും അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും വേറൊരു വാഹനം അതുവഴി മാതാവായിട്ട് തന്നെ കൊണ്ടുവരികയും ഞാൻ സെയിം കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്ന ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എങ്കിലും ആളുടെ ദേഹത്തു നിന്നും ഒരു പൊടി പോലും സ്കിന്നിനോ ബ്ലഡോ വരാതെ മാതാവിൻ്റെ ഉള്ളം കരങ്ങളിൽ മാതാവ് കാത്തുപരിപാലിച്ചു. എങ്കിലും പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു 2 ദിവസം ദേഹത്ത് ഒരു ചെറിയ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മേളത്തെ ഡോർ പൊളിച്ചാണ് ആളെ ഇളക്കുന്നത്. അങ്ങനെ ആ വേദന മാത്രം ഉണ്ടായി. പാരസിറ്റോ പെയിൻ കില്ലർ മാത്രം കഴിച്ചു. ഒരു ഹോസ്പിറ്റലിൽ പോലും പോവാതെ മാതാവ് ആ മകനെ കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ ഫലമായാണ് ആ മകനും ഇന്ന് എൻ്റെ ഒപ്പം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ സാക്ഷിപീഠത്തിൽ നിൽക്കുന്നത്. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഒരു രോഗസൗഖ്യമാണ്. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ കൂടെ ആൾക്കാരില്ലാത്തതിനാൽ പറയാൻ പറ്റാത്ത സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ മോളാണ് ഇത്, മൂത്ത മോൾ അൽമിത. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് 2024 മുമ്പ് തന്നെ ഏകദേശം 2 വർഷമായി അവൾക്ക് ഭയങ്കര സിവിയറായിട്ട് ഹെഡേക്ക് വരുമായിരുന്നു. ഒത്തിരി ഹോസ്പിറ്റലുകളിൽ, പ്രമുഖമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും കാണിച്ചു. അവൾക്ക് ഒരു ഹാൻഡിന് ചെറിയൊരു വീക്ക്നെസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോഴൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു ന്യൂറോയുടെ പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെ പല ഡിപ്പാർട്ട്മെൻറ്റിലും കാണിച്ചു. ന്യൂറോ കാണിക്കുമ്പം അവർ പറയും ആൾക്ക് അമ്മയൊന്നും കൂടെ ഇല്ലല്ലോ, അതിൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. പല മരുന്നുകളും മാറി മാറി കൊടുത്തു. അതിനുശേഷം വേറെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വന്നപ്പോഴേ എനിക്ക് അവിടെ ഒന്ന് കൊണ്ട് കാണിക്കാൻ തോന്നി. അവിടെ ഒരു ന്യൂറോ ഹെഡിനെ കൊണ്ട് കാണിച്ചപ്പോൾ എന്ത് ഗുളികയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്ക്, നമുക്കൊരു EEG 24 hours എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ട സമയമായി. ഞാൻ തിരിച്ചു പോയി. എൻ്റെ സിസ്റ്ററാണ് ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 24 hours EEG എന്ന റിപ്പോർട്ട്
റിപ്പോർട്ട് എന്ന ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തരുന്നത്. ആ സമയത്ത് EEGയിൽ കൂടി ലെഫ്റ്റ് സെൻട്രൽ റീജിയൻ, ബ്രെയിനിൻ്റെ സെൻട്രൽ റീജിയനിൽ ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലം കൊണ്ടാണ് ഈ ജെർക്ക് മൂവ്മെൻറ്റ് ഹാൻഡിൽ മാത്രം ഉണ്ടാകുന്നതും സിവിയർ മൈഗ്രെയിൻ ഉണ്ടാകുന്നതെന്നും കണ്ടുപിടിക്കാനിടയായി. ഡോക്ടർ ആദ്യം ഒരു ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു, 1 മാസം ഇത് കഴിക്ക്, സിവിയറായിട്ട് വരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് അവൾ കുറച്ച് ദിവസങ്ങൾ ആ ടാബ്ലറ്റ് എടുത്തു. ഞാൻ നാട്ടിലുള്ള സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു വിശുദ്ധ വസ്തുക്കൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കണ്ടിന്യൂസ് ഒന്നും അവൾ ഉപയോഗിച്ചില്ല. കാരണം എപ്പോഴും എന്തിനും അവൾക്കൊരു അസിസ്റ്റൻറ്റ് വേണം. അതുകൊണ്ട് മീൻസ് അതൊക്കെ പിള്ളേരെ കമ്പൽ ചെയ്യാൻ ഒരാൾ വേണം. പലപ്പോഴും അമ്മയെ അത് മിസ്സാക്കി. അങ്ങനെ അത് വല്ലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന സമയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവളുടെ നെറ്റിയിൽ തൈലം ഉപയോഗിക്കുകയും വിശുദ്ധ വസ്തുക്കൾ ഉപ്പും തേനും അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുവേണ്ടി എന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. അത് ഈ തലവേദന കാരണം അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യാനോ പഠിക്കുവാനോ, ആൾ CBSE സിലബസിൽ പഠിച്ച ഒരാളാണ്. പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിലായി. ഞാൻ പറഞ്ഞു, പഠിച്ചില്ലേലും വേണ്ടില്ല എൻ്റെ ഈശോയെ, ഒരമ്മയായി നീ കൂടെ ഇരിക്കണം. കാരണം ഒരമ്മയുടെ വിഷമം എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനത്തെയുള്ള കണ്ടീഷനിലൊക്കെ. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഈ ടാബ്ലറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അസ്വസ്ഥതയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഏത് സമയവും കിടപ്പാണ്, ലൈറ്റ് ഇടാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര മൂകതയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി ഈ ടാബ്ലറ്റ് അവൾക്ക് കൊടുക്കുന്നില്ല. ഞാൻ തീരുമാനിച്ചു, നീ മാറ്റുവാണെങ്കിൽ മാറ്റ്, അല്ലെങ്കിൽ വേണ്ട. കാരണം ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും മാതാവിൽ വിശ്വസിച്ചു. ഞാനിവിടെ വെക്കേഷന് വന്നപ്പോൾ കഴിഞ്ഞ നവംബറിൽ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. ജോസഫ് അച്ഛൻ ഒരു കാശ് രൂപം കൊടുത്തു അവൾക്ക് പ്രാർത്ഥിച്ചിട്ട്. അവൾക്ക് പേടിയാണ്, ഇത് മിസ്സാകുമോ എന്ന് വിചാരിച്ച് കഴുത്തിലിടാറില്ല. ഞാൻ പറഞ്ഞു, പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇതെടുത്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് എൻ്റെ പ്രാർത്ഥനയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം പൂർണ്ണമായിട്ടും ടാബ്ലറ്റും കാര്യങ്ങളും എല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്തു. വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം വളരെ സിവിയറായിട്ടുള്ള പെയിന് ഒരു 85% മാറി. ഇപ്പം വല്ലപ്പോഴും വരുന്ന ഒരു സാധാരണ തലവേദനയായി 2-3 മാസങ്ങൾ കൂടുമ്പോൾ ഒരു ചെറിയ രീതിയിൽ. ഇന്നലെ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ മടിയാണ് കൂടെ നിൽക്കാൻ വേണ്ടി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അവിടെ സാക്ഷ്യം പറയണമെങ്കിൽ കൂടെ ആൾക്കാർ വേണം, അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഞാൻ സാക്ഷ്യം പറയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ ഞാനും വന്നു കൊള്ളാമെന്ന്. അങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇന്ന് എൻ്റെ മകളും എൻ്റെ ഒപ്പം ഇരിക്കുന്നു. രണ്ടാമത് ലഭിച്ചത് എൻ്റെ രോഗസഖ്യമാണ്. എനിക്ക് 5 വർഷമായി എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിലും റൈറ്റ് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ബ്രസ്റ്റിൽ എൻ്റെ ഇളയ മോളുടെ പ്രായമാണ്, മൂത്ത മോളുടെ പ്രായമാണ്. ആ സമയം തൊട്ട് ആപ്സിസ് ആയതിനു ശേഷം സർജറിയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു സിസ്റ്റാണ്. അതിന് ഞാൻ 4 വർഷമായിട്ട് അൾട്രാസൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും വെക്കേഷൻ വരുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യും. പക്ഷേ 3ാമത്തെ വർഷം അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാമോഗ്രാം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ലെഫ്റ്റിൽ മാത്രമല്ല റൈറ്റ് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം വർഷം തോറും മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. 2ാമത്തെ വർഷം ഞാനത് പറഞ്ഞതിന് ശേഷം വന്നപ്പോൾ ഞാൻ വിശുദ്ധ വസ്തുക്കൾ അതിനുശേഷം എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ വന്ന് മാമോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ നിൻ്റെ സിസ്റ്റർ ഇപ്പോൾ പൂർണ്ണമായും വളരുന്നില്ല, സെയിം എങ്ങനെയായിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന് ചെറിയ രീതിയിൽ വളർച്ചയുണ്ടായിരുന്നു. ഈ 1 വർഷമായിട്ട് പൂർണ്ണമായും അതിൻ്റെ വളർച്ച നിന്നു പോയിരിക്കുന്നു. നിൻ്റെ റൈറ്റ് ബ്രസ്റ്റ് തീർത്തും ഫ്രീ ആണ്. ഇനി മാമോഗ്രാമോ അൾട്രാസൗണ്ടോ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 40 വയസ്സിന് മുകളിലായതുകൊണ്ട് 2 വർഷം കൂടുമ്പോൾ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്ന് അൾട്രാസൗണ്ടോ നിങ്ങൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ചെയ്യുകയോ ചെയ്താൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ആ വിഷയത്തിലും മാതാവിൻ്റെ മാധ്യസ്ഥമുണ്ടായി. അടുത്ത സാക്ഷ്യം എൻ്റെ ഇളയ മകളെ അൽമിയ. ഇവൾക്കിപ്പോൾ 6 വയസ്സുണ്ട്. ഇവളെ 4 മാസം തൊട്ട് എൻ്റെ ഒപ്പമാണ് സൗദിയിൽ. ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ഇവളെ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഞങ്ങൾ 2 പേരും പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് പല രീതിയിലും ശ്രമിച്ചു നോക്കി ഇവളെ അന്ന് തൊട്ട് എൻ്റെ ഇക്കാമയിലൊന്ന്, എൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലും ഇക്കാമയിലൊന്ന് ആക്കാൻ പറ്റുമോ. പക്ഷേ ഒരിക്കലും അവിടുത്തെ റൂൾസ് അറിയുന്നവർക്ക് അറിയാം, അത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് പ്രാവർത്തികമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഈ ജനുവരി 2026 എൻ്റെ കോൺട്രാക്റ്റ് ഫിനിഷ് ആകുകയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയില്ല. എൻ്റെ മൂത്ത മകളെ ഞാൻ എൻ്റെ 6ാം മാസത്തിൽ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട്
വന്ന ആളാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ട്. ഇനി രണ്ടാമത്തെ ആളെയും കൂടെ നിർത്തി ഞാൻ വരില്ല. അതിനിയും അന്നത്തെ സാമ്പത്തിക ശേഷി പ്രത്യാസം മൂലമാണ് ഞാൻ അന്നത് ചെയ്തത്. ഇപ്പോഴും ഞാനും ഹസ്ബൻഡുമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആയിട്ട്. അപ്പം നിനക്കിഷ്ടം ഞാൻ നാട്ടിൽ പോകുന്നതാണെങ്കിൽ ഈ ഇളയ മോളെ കൊണ്ട് ഞാൻ നാട്ടിൽ പോകും. ജനുവരിയിൽ മാർച്ച് തൊട്ട് അവൾക്ക് നാട്ടിൽ പഠിക്കും. മൂത്ത മോളുടെ കൂടെ അവളും ജീവിക്കട്ടെ. ഇല്ല, നിനക്ക് ഇക്കാമ തരണമെന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ജനുവരിക്ക് മുമ്പ് എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇക്കാമ തരണം. അങ്ങനെയാണെങ്കിൽ മാത്രം. കാരണം ജനുവരി ഫസ്റ്റ് ഇവർക്ക് ലാസ്റ്റാണ് റിന്യൂവൽ തീരുവാണ് 1 ഇയറിലേക്കുള്ളത്. ഇപ്പോൾ അവിടെ 3 മാസം കൂടുമ്പോഴാണ് റിന്യൂവൽ വരേണ്ടത്. ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ വിസിറ്റിങ്ങിൽ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡയറക്റ്റ് ഞാനും ഹസ്ബൻഡും എല്ലാം കൂടെ പോയി ശ്രമിച്ചു നോക്കിയതാണ് ദമാം എന്ന സ്ഥലത്ത്. പക്ഷേ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് റിജക്ഷനാണ് ഉണ്ടായത്. പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. പക്ഷേ ഡിസംബർ ആയപ്പോഴേക്കും എല്ലാത്തിന്മേലും അധികാരമുള്ള മാതാവ് സൗദി ലോയെ തന്നെ മാറ്റിമറിച്ചു. പ്രൈവറ്റ് സെക്ടറിൽ ഫാദറും മദറും ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ സ്വന്തമായിട്ട് ഇക്കാമ നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടെ കൂട്ടാം, അവർക്ക് ഇക്കാമ ലഭിക്കുമെന്നുള്ള ഒരു വാർത്ത കേട്ടു. ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഡിസംബർ ലാസ്റ്റ് തന്നെ എൻ്റെ കുഞ്ഞിനെ ഇക്കാമ കിട്ടി. അതിൻ്റെ ഫലമായിട്ട് ജനുവരിയിൽ ഞാൻ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയും ചെയ്തു. ഇത്രയുമാണ് മാതാവ് ഈ 2024 ശേഷം എൻ്റെ പുതിയ ഉടമ്പടിക്ക് ശേഷം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ വർഷം തോറും മാത്രം വരത്തുള്ളൂ. ഒരു പ്രാവശ്യം, ഈ വർഷം മാത്രമേ 2 പ്രാവശ്യം വന്നുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ എത്ര മാസത്തെയാണോ മിസ്സിങ് പത്രം അതെല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ ഈവൻ ഗൾഫ് റീജിയനിൽ വരെയും ഞാൻ പത്രപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സൗദി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നു. അങ്ങനെ എതിരെയുള്ളൊരു കൺട്രിയാണ്. അവിടെ ഷോപ്പിംഗ് മാളുകളിലും പേഴ്സണലായിട്ട് ആൾക്കാരോട് നേരിട്ട് സംസാരിച്ച് കൃപാസനത്തെ പറ്റി അറിയിക്കുകയും മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പലരും എന്നെ അതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. ഈവൻ ഒരു പ്രാവശ്യം സെക്യൂരിറ്റി മാളിൽ നിന്ന് തന്നെ സെക്യൂരിറ്റി തന്നെ എന്നോട് പറഞ്ഞു, എന്താണ് കയ്യിലിരിക്കുന്നത്? കാരണം അവർ ആ പേപ്പർ കണ്ടു. അവർക്ക് മനസ്സിലായിട്ട് എന്നോട് വന്ന് ചോദിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു, ഇല്ല, ഇതെൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുകയും എന്നിട്ടും ഞാൻ പുറത്തു പോയി ആ പത്രം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് പോലും പലപ്പോഴും നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ പലരും അവിടെ പത്രങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വരുത്തിയിട്ട് കൊടുക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറയും, ആ പത്രം ഇങ്ങനെ എൻ്റെ തന്നേരം ഞാൻ കൊണ്ടു കൊടുത്തോളാം, ആ അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമാകുന്ന അനുഗ്രഹം നിങ്ങൾ മേടിച്ചോ എന്ന് പറഞ്ഞ് അവർ പത്രം തന്നിട്ടുണ്ട്. അത് ഞാൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കൃപാസന മാതാവിനെ പറ്റി എൻ്റെ അറിവിൽ ആരൊക്കെയുണ്ടോ അവരോടൊക്കെയും പറയാറുണ്ട്. പലരും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ രോഗസൗഖ്യമായും പല വിസ പ്രോസസ്സിംഗ് ആയിട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ കൂടെ ഇല്ലാത്തതിനാൽ എനിക്കത് പറയാൻ സാധിക്കുകയില്ല. പിന്നീട് എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു തുക മാറ്റിയെടുക്കുകയും കാരുണ്യ പ്രവർത്തികൾക്ക്, അത് അർഹതപ്പെട്ടവർക്ക് ആഹാരത്തിൻ്റെ രൂപത്തിലും മെഡിസിൻ്റെ രൂപത്തിലും ചികിത്സാ സഹായവുമായും വീട് വെക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഏതാണോ അവരുടെ സാഹചര്യം അതനുസരിച്ച് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ അതേപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ് ഞങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. അച്ഛൻ്റെ അതേപോലെ തന്നെ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ എന്ന് സ്റ്റാറ്റസായിട്ട് ഇടുകയും അതിന് നമുക്ക് തോന്നും ഇന്ന ആൾക്ക് ഇത് ആവശ്യമുണ്ട്, ഈ സാക്ഷ്യം ആവശ്യമുണ്ട്, മക്കളില്ലാത്തവർക്ക് വേണ്ടി, ജോലിയില്ലാത്തവർക്ക് വേണ്ടി, അങ്ങനെ അവരുടെ ആവശ്യമനുസരിച്ച് ആ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുകയും അല്ലാതെ ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടിയും അതൊക്കെയും ഇവിടെ കൃപാസനത്തിലെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയും ഷെയർ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആദ്യം ഞാൻ പറഞ്ഞുവല്ലോ, ഉടമ്പടിയിൽ ഞാൻ മാത്രമാണ് വന്നത്, പ്രാർത്ഥനയ്ക്കൊന്നും ഹസ്ബൻഡ് കൂടുകയില്ല. പക്ഷേ 2024 തൊട്ട് രാവിലെ പ്രഭാതത്തിൽ പലപ്പോഴും എന്നെ വിളിച്ചുണർത്തുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും എന്നോടൊപ്പം വയ്ക്കുകയും കാരുണ്യ പ്രവർത്തികൾക്ക് എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയണമെന്ന് ഇവിടെ സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഒരു ജപ്തി
പരമായിട്ട് വീട് നഷ്ടപ്പെടാൻ പോയെന്ന നമ്മുടെ റിലേഷനിലുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഒരു തരത്തിലും ആ ഒരു വലിയ എമൗണ്ട് കൊടുത്ത് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. എങ്കിലും അതിന് ഹസ്ബൻഡിൻ്റെ പെർമിഷൻ കൂടി എനിക്ക് സഹായിക്കാൻ പറ്റുകയും ആ ജപ്തിയിൽ നിന്ന് ആ ഭവനം രക്ഷപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ പല രീതിയിലും പല ആൾക്കാർക്കും അനാഥാലയങ്ങളിലും മറ്റു പല ആൾക്കാർക്കും സഹായിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ മാറ്റമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു മലങ്കര കാതലിക് വിശ്വാസിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നാണോ ഇവിടെ ഉടമ്പടിയിൽ തുടങ്ങിയത് അന്നു മുതലാണ് ഞാൻ എൻ്റെ ഡെയിലി ജപമാല ചൊല്ലുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് അതെനിക്ക് മറ്റുള്ളവരോട് പറയുന്നതിന് യാതൊരു മടിയില്ല. ആരെന്തും വിചാരിച്ചു കൊള്ളട്ടെ. എന്തോ ക്രിസ്ത്യാനിയാണെങ്കിലും ഒരാളുടെ ആത്മീയ ജീവിതത്തിൽ ഏത് സ്ഥലമാണോ ആ ആൾക്ക് ഉന്നതിയിലേക്ക് നയിക്കുന്നത് ആ ആളിൽ ദൈവിക സാന്നിധ്യമുണ്ട് എന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നു. എന്നും ഡെയിലി അരമണിക്കൂറെങ്കിലും 1-2 ദിവസങ്ങളിൽ മാത്രം അത് പൂർണ്ണമായിട്ട് മിസ്സായിട്ട് കുറച്ച് സമയ ചുരുക്കം ഉണ്ടായിട്ടുണ്ട്. ദൈവവചനം വായിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം പൂർണ്ണമായും ബൈബിൾ വായിക്കുന്നതിലും ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് ഞാൻ ബൈബിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മാധ്യസ്ഥ പ്രാർത്ഥനകളായിട്ടും ഇടവക തലത്തിലാണെങ്കിലും അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ ഈ കുടുംബപരമായിട്ട് ഞങ്ങൾക്കിപ്പം സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടു. എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും, ലൗകിക ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക്, എൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ചൂണ്ടുപലകയായിരുന്നു ഈ കൃപാസനവും ഇവിടുത്തെ ഉടമ്പടിയും. കാരണം അതിപ്പോൾ ഗ്രാഫ് പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒത്തിരി കുറവുകളൊക്കെ ഉള്ള ജീവിതം തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിവിടെ വന്നതിന് ശേഷമാണ്. ഇതിനു മുമ്പും പല കാര്യങ്ങളിലും പ്രാർത്ഥനാ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വളരെ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃപാസനത്തിലെ ഉടമ്പടി വീട്ടിലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്ന ഒന്ന് കാര്യമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലോ നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലോ ഒരിക്കലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് കുടുംബമായിട്ട് മാതാവിനെ ഈ സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം മാത്രമാണ്. അനുഗ്രഹം വൈകിയാലും അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് വരാതെ തിരിച്ചു പോവുകയില്ല. മാതാവ് കൃപാസനത്തിലൂടെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ കുടുംബപരമായും കൃപാസനത്തോടുള്ള നന്ദിയും കടപ്പാടും പരിശുദ്ധ മാതാവിനോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം നിർത്തുന്നു.